പീഡന പരാതി വന്ന് മണിക്കൂറുകൾക്കകം തന്നെ മാധ്യമങ്ങളെ കണ്ട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞിരിക്കുകയാണ് നിവിൻ പോളി. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിൻ്റെ പ്രൊസീജിയർ ഇപ്പം അങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ. ഒരു ഗൂഢാലോചന ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. ഈ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പോൾ ഇതേപോലെ ഈ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ. ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. രാഗിനുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രാഗിൻ, വെറുതെ വന്ന് സിനിമാ വ്യവസായം തകരരുതെന്ന് അഭ്യർത്ഥിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യുക മാത്രമല്ല നിവിൻ പോളി ചെയ്തത്. നിവിൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ വാർത്ത നൽകൂ, നിയമപരമായി തന്നെ താനും മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം, സത്യം പുറത്തു വന്നാൽ അപ്പോൾ തൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള ആവശ്യം, അതൊക്കെയാണ് നിവിൻ മുന്നോട്ട് വയ്ക്കുന്നത്. പരാതിയെ സംബന്ധിച്ച് 1.5 മാസം മുൻപ് അറിയാമായിരുന്നു എന്നും പറയുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ പൂർണ്ണരൂപം. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിവിൻ പോളിക്കെതിരെ ഊന്നുകൽ പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് പീഡന പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടത്. നിവിൻ പോളി പറയുന്നത് ഈ പരാതിക്കാരിയെ തനിക്ക് അറിയില്ല, സംസാരിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റുമില്ല, ഈ ആരോപണങ്ങളെല്ലാം ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വ്യാജ ആരോപണമാണ് എന്നാണ് നിവിൻ പോളി പറയുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളതിനാൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും 1-2 കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ നിർമ്മാതാവ്, ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിർമ്മാതാവിനെ തനിക്ക് പരിചയമുണ്ട്, അദ്ദേഹവുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്നും പറയുന്നു. ദുബായിൽ വെച്ചാണ് ഈ പീഡന പരാതി, അല്ലെങ്കിൽ ദുബായിൽ വെച്ചാണ് ഈ സംഭവം നടന്നതായി പരാതിക്കാരി പറയുന്നത്. അതേക്കുറിച്ച് ആ ഘട്ടത്തിൽ ദുബായിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, താൻ ദുബായിൽ പോയിട്ടുണ്ട്, അവിടെ വച്ച് ഈ നിർമ്മാതാവിനെ കണ്ടിട്ടുണ്ട്, ഈ കേസിൽ കൂട്ടുപ്രതിയായിട്ടുള്ള നിർമ്മാതാവിനെ കണ്ടിട്ടുണ്ട്, അത് ദുബായ് മാളിൽ വെച്ചാണ് കണ്ടത്. അല്ലാതെ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ പരാതിക്കാരിയെ കണക്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ബന്ധപ്പെടലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റോ തനിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ പോലീസ് സംഭവം നടന്നു, അതായത് പരാതിക്ക് ആസ്പദമായിട്ടുള്ള, കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നു എന്ന് പരാതിക്കാരി പറയുന്ന അതേ സമയത്ത് നിവിൻ ദുബായിലുണ്ട്, അങ്ങനെയാണോ? അങ്ങനെയല്ല, ആ ഡേറ്റ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ദുബായിൽ താൻ പോയിട്ടുണ്ട്. ആ ദുബായിൽ പോയ ഘട്ടത്തിൽ ഈ കേസിലെ കൂട്ടുപ്രതിയായിട്ടുള്ള നിർമ്മാതാവിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സമയ കാലയളവോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളോ ഒന്നും വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മറിച്ച് അവിടെ മാളിൽ വെച്ച് ഈ തൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ തനിക്ക് ബന്ധമുള്ള ഈ നിർമ്മാതാവിനെ കണ്ടിട്ടുണ്ട് എന്ന കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹവുമായി പോരാടാൻ തയ്യാറാവുകയാണ്, തുടക്കുകയാണ് പോരാട്ടം എന്നൊക്കെയാണ് നിവിൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന പലരും ഒരു തരത്തിൽ പോലും മാധ്യമങ്ങൾക്ക് പിടിതരാതെ ഒളിച്ചു നിൽക്കുന്ന സമയത്താണ് നിവിൻ പോളി നേരിട്ട് വന്ന് സംസാരിച്ചതെന്നൊരു കാര്യം കൂടിയുണ്ട്.